അപ്പോൾ ജെയിംസ്, നമ്മൾ ഈ ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിംഗ് എന്താണെന്ന് നമ്മൾ ഗഹനമായിട്ടുള്ള ഒരു എന്താ ഒരു വിചിന്തനം നടത്തി നമ്മളല്ലേ. അതെ അതെ അതെ. ഇനി നമുക്ക് അറിയേണ്ടത് ജെയിംസിന്റെ തലേന്ന് പുകയൊക്കെ വരുന്നുണ്ട്. എല്ലാം എടുത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇപ്പോൾ ഒരാൾ ചെയ്യാൻ തീരുമാനിച്ചു, നമ്മുടെ കഥയൊക്കെ കേട്ടിട്ട് ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സ് അങ്ങ് ചെയ്യാൻ അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ അവരെന്തൊക്കെ സ്റ്റെപ്സിലൂടെ കടന്നു പോകണം? ഇത് വലിയ കടമ്പകളൊക്കെ ഉണ്ടോ, അതോ ചെറിയ ചെറിയ കടമ്പകളെ ഉള്ളോ? അവർ ചെയ്യണോ, നമ്മൾ ചെയ്യണോ? എന്താ അതിൻ്റെ ഒരു പരിപാടികളൊക്കെ? കുട്ടികൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, പേരൻസ് എന്ത് ചെയ്യണം? സോ ഇത് ബേസിക്കലി എനിക്ക് തോന്നുന്നത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും കുട്ടികൾ നമ്മുടെ അടുത്ത് ഫയൽ തന്നിട്ട് പിറ്റേ ദിവസം തൊട്ട് ഞങ്ങളുടെ ഇന്റർവ്യൂ എപ്പോഴാണ്, ഞങ്ങളുടെ ഓഫർ എപ്പോഴും വരും, ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞു, സെക്കൻഡ് ഇന്റർവ്യൂ എപ്പോൾ വരും, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി പറയുന്നത് നന്നായിരിക്കും. സോ ബേസിക്കലി എഡ്യൂഫ്ലെയറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഫയൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുക. കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമ്മളത് മുന്നോട്ട് പോകില്ല. കാരണം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു കൃത്യമായിട്ട് പറയാം. അത് അവർ കൃത്യമായിട്ട് നോക്കിയിട്ട് നമ്മുടെ അടുത്ത് പ്രോസസ്സിംഗ് ടീമിൽ നിന്ന് അപ്രൂവൽ എടുത്തിട്ടാണ് നമ്മൾ ശരിക്കും ഫയൽ എടുക്കുക. അതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകത്തുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ അടുത്ത് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് അയച്ചു തരും. നമ്മളതിനെ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഡോക്യുമെൻറ്റ്സിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ ഏജ് എന്നുള്ളൊരു ഫാക്ടറാണ്. അവരുടെ ലേറ്റസ്റ്റ് ഡിഗ്രി ആണോ +2 ആണോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി B2 ലെവല് ഫുൾ മൊഡ്യൂളാണോ, ഇനി പാർഷ്യൽ മൊഡ്യൂളാണെങ്കിൽ തന്നെ ഓരോ മൊഡ്യൂളിനും എത്ര മാർക്കുണ്ട്, ഏതൊക്കെ മൊഡ്യൂൾസാണ് ഇനി പാസ്സാവാനുള്ളത്. ഇനി B2 4 മൊഡ്യൂൾ പാസ്സായെങ്കിൽ തന്നെ എത്ര ശതമാനം മാർക്ക് ആവറേജ് അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ മറ്റു പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അല്ലെങ്കിൽ മറ്റു പല ഏജൻസിക്കാരും ഗോയിത്ത സർട്ടിഫിക്കറ്റ് മാത്രമുള്ള സ്റ്റുഡൻസിനെയാണ് അക്സെപ്റ്റ് ചെയ്യുക ലാംഗ്വേജ്. നമ്മളിപ്പോൾ ഗോയിത്ത കൂടാതെ ഇനിയിപ്പോൾ ടെൽക്ക് വന്നാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, OSD വന്നാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സ്വീകാര്യത ഉള്ളത് ഗോയിത്തയ്ക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഈ ലാംഗ്വേജിൻ്റെ ആവറേജ് മാർക്ക് നമ്മൾ നോക്കും. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് ഇനിയിപ്പോൾ +2 ആണെങ്കിൽ +2 എത്ര ശതമാനം മാർക്കോടുകൂടിയാണ് പാസ്സായത്. ഈ കാര്യങ്ങളെല്ലാം നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഷീറ്റിൽ നമ്മൾ മെൻഷൻ ചെയ്ത് നമ്മൾ ആദ്യമേ അത് എംപ്ലോയേഴ്സിന് ഷെയർ ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഒന്നും കൂടെ റീചെക്ക് ചെയ്ത് ഒരു മിസ്റ്റേക്സും ഇല്ല, എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അത് ഒറ്റ ഫയലാക്കിയിട്ട് നമ്മൾ ഡ്രൈവിലേക്ക് കൊടുക്കും. ഇത്രയും ചെയ്തിട്ട് ഇതിന് പാരലി നമ്മൾ ചെയ്യുന്ന ഈ കുട്ടികൾക്ക് ആദ്യമേ ഒരു പ്രിലിമിനറി ഇൻ്റർവ്യൂ എടുക്കും. പ്രിലിമിനറി ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കുട്ടികളുടെ ലാംഗ്വേജ് ലെവൽ എത്രയാണ്. ഇപ്പോൾ ഫുൾ മൊഡ്യൂളായ കുട്ടിയാണേലും പാർഷ്യൽ മൊഡ്യൂളായ കുട്ടിയാണേലും അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ഇവർക്ക് പ്രിപ്പറേഷൻ കൊടുക്കാം. പിന്നെ കുട്ടികൾ ചോദിക്കുന്നതാണ് പാർഷ്യൽ മൊഡ്യൂൾസിന് പെട്ടെന്ന് ഇൻ്റർവ്യൂ വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ കൊടുക്കുന്ന പ്രിലിമിനറി ഇൻ്റർവ്യൂ കൃത്യമായിട്ട് അതൊരു ശരിക്കും ഇൻ്റർവ്യൂ ആണെന്നുള്ള ബോധ്യത്തോടു കൂടി അറ്റൻഡ് ചെയ്യുക. അല്ലാതെ ഇത് എഡ്യൂഫ്ലെയർ നടത്തുന്ന ഇൻ്റർവ്യൂ അല്ല, ഞാനിപ്പോൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ള മനസ്സോടുകൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം കുട്ടികൾക്ക് തന്നെയാണ്. കാരണം നമ്മൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന റെക്കോർഡ് ചെയ്ത് നമ്മൾ എംപ്ലോയർക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഡാറ്റയും ഇതൊക്കെ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് പാർഷ്യൽ മൊഡ്യൂളിലുള്ള കുട്ടികൾ ആർക്കൊക്കെയാണ് അവർ പ്രിലിമിനറി എടുക്കേണ്ടത് ഡിസൈഡ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞല്ലോ പാർഷ്യൽ മൊഡ്യൂൾസിലുള്ളവർക്ക് ഒത്തിരിയധികം കടമ്പകൾ അവർ കടന്നിട്ടാണ് അവരതിനകത്തേക്ക് എത്തുക. അപ്പോൾ അത് കുറച്ച് ടൈം ടേക്കൺ പ്രോസസ്സാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ 2 മാസം 3 മാസം വരെ ടൈം എടുത്തിരിക്കാം ഇവരുടെ ഈ ഒരു സ്ക്രൂട്ടിനിക്ക് മാത്രം ഈ പാർഷ്യൽ മൊഡ്യൂൾസ്. പക്ഷേ ഫുൾ മൊഡ്യൂളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാം. ആ ഓരോ സമയത്ത് അത് ഓപ്പണിങ്ങിൻ്റെ സമയം അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഇത് പാർഷ്യൽ മൊഡ്യൂളാണെങ്കിലും ഫുൾ മൊഡ്യൂളാണെങ്കിലും പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഇവർക്ക് ഇൻ്റർവ്യൂ അലൈൻഡായി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഒരു പ്രിപ്പറേഷൻ സെഷൻസ് കൊടുക്കും. അതിനുശേഷം ഇൻ്റർവ്യൂ ഡേറ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ടൈം അലൈൻഡായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ കൊടുക്കും. അതിന് ശേഷമായിരിക്കും നമ്മൾ ഇൻ്റർവ്യൂവിലേക്ക് വിടുക. ആദ്യം വരുന്നത് റിക്രൂട്ടർ ലെവൽ ഇൻ്റർവ്യൂ ആണ്. അവിടെ മെയിൻലി ലാംഗ്വേജ് ആണ് ചെക്ക് ചെയ്യുക. കൂടൊപ്പം തന്നെ നമ്മൾ ഏത് ട്രേഡാണ് എടുക്കുന്നത് അതിനേക്കുള്ള ഒരു മോട്ടിവേഷൻ എന്താണെന്നുള്ളത് അതിനകത്ത് മനസ്സിലാക്കും. ജെനുവിൻ ഉണ്ടെങ്കിൽ മാത്രം ലാംഗ്വേജ് ക്ലിയർ ആണെങ്കിൽ മാത്രമായിരിക്കും അവർ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവുക. അപ്പോൾ അത് സെലക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇൻ്റർവ്യൂ സെക്കൻഡ് റൗണ്ട് എടുക്കുന്നത് ശരിക്കും എംപ്ലോയറുടെ സൈഡിൽ നിന്നാണ്. എന്ന് വെച്ചാൽ ആരാണോ ഈ പറയുന്നത്, ഇപ്പോൾ നേഴ്സിംഗ് ആണെങ്കിൽ ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ക്ലിനിക്കിൽ നിന്നോ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ കെയറോ എന്തോ ആവാം. ഇനിയിപ്പോൾ അതല്ല മറ്റ് ട്രേഡുകളാണെങ്കിൽ അതനുസരിച്ചുള്ള ഏതെങ്കിലും കമ്പനികളാവാം, ലൈക്ക് BMW അല്ലെങ്കിൽ പോർഷെ. ഇപ്പോൾ IT ഒക്കെ ആണെങ്കിൽ കേപ് ജെമിനിയുടെ ഒക്കെ ഇൻ്റർവ്യൂ ആണ് നമുക്ക് ഇന്നാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂ എടുക്കുക. അവർ ആ ഇൻ്റർവ്യൂവിൽ കൂടുതലായിട്ടും ലാംഗ്വേജും നോക്കും. അതോടൊപ്പം തന്നെ ഇവരുടെ മോട്ടിവേഷൻ പ്ലസ് ഇവരുടെ ഇതിനകത്തേക്ക് ആ ഒരു ട്രേഡിലേക്കുള്ള അവരൊരു താല്പര്യം അതിനെക്കുറിച്ച് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ വളരെ ബേസിക് അറിയാമെന്നുള്ളവർ നോക്കും. അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു റൗണ്ടും കൂടെ ചിലപ്പോൾ ഒരു ഗ്രീറ്റ് ആൻഡ് മീറ്റും കൂടെ ഉണ്ടാവും. അതിനുശേഷം അപ്പോൾ ഈ ഓരോ ലെവലും നടക്കുമ്പോഴും നമ്മൾ ഇവർക്ക് പ്രിപ്പറേഷൻ കൊടുത്തുകൊണ്ടിരിക്കും. ഇതിനകത്തൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രിപ്പറേഷൻ കൊടുക്കുക, അവരെ ടച്ച് വിടാതെ അവർ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ നിർത്തും. ഇതിന് ശേഷം
ചില എംപ്ലോയീസ് പ്രീ അനർക്കനം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഓഫർ ലെറ്റർ റിലീസ് ചെയ്യണതിന് ഒരു 2 weeks മുന്നേ നമ്മുടെ അടുത്ത് ഈ കളർ കോപ്പി നോട്ടറൈസ് ചെയ്ത് അയക്കാൻ പറയും. നമ്മൾ ജർമ്മനിക്ക് കൃത്യമായിട്ട് അയക്കും. ഇത് കൂടാതെ ബാക്ക് എൻഡിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ മോട്ടിവേഷൻ ലെറ്റർ ആണെങ്കിലും യൂറോപ്പ CV ഒക്കെ ആണെങ്കിലും നമ്മൾ തന്നെ എഡിറ്റ് ചെയ്താണ് കറക്റ്റ് ചെയ്താണ് കൊടുക്കുക. കുട്ടികൾ പ്രിപ്പയർ ചെയ്ത് തന്നെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ കൊടുക്കുക. കാരണം കുട്ടികൾ തരുന്നത് അവരുടെ അറിവ് വെച്ചാണ്. നമ്മളിത് കണ്ടിട്ടുള്ള പല എക്സ്പീരിയൻസും നമ്മൾ പല സാമ്പിൾസും വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കും. ദെൻ അതിന് ശേഷം ഇവർക്ക് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നത് ഇവർക്കുള്ള വിസ സ്ലോട്ട് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം VFSൽ സ്ലോട്ട് എപ്പോഴും ഓപ്പൺ ആവില്ല. ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ ആ സ്ലോട്ട് ഫില്ലാവുന്നുണ്ട്. അപ്പോൾ ഓഫർ ലെറ്റർ വരുന്നതനുസരിച്ച് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവരുടെ ബാക്കി സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സും കിട്ടുന്നതനുസരിച്ച് നമ്മളൊരു ഡേറ്റ് അവർക്ക് വേണ്ടിയിട്ട് VFSൽ ബുക്ക് ചെയ്യും, സ്ലോട്ട് ബുക്ക് ചെയ്യും. അപ്പോൾ ഈ എംപ്ലോയറുടെ സൈഡിൽ നിന്ന് വരുന്നത് മേജർലി ഇവർക്കുള്ള കോൺട്രാക്റ്റ് ഉണ്ടാവും, അതുപോലെ ഷൂളയുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതോടെ അക്കോമഡേഷൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഇവരുടെ ഫെഡറൽ എംപ്ലോയ്മെൻറ്റ് ഏജൻസി അപ്രൂവൽ. ഇപ്പോൾ നമ്മളുടെ അടുത്ത് പോകുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ ഫെഡറൽ എംപ്ലോയ്മെൻറ്റ് ഏജൻസിയുടെ അപ്രൂവലും നിർബന്ധമായിട്ടും ചെയ്യിക്കുന്നുണ്ട് എംപ്ലോയറുടെ സൈഡിൽ നിന്ന്. അതൊരു 2 weeks വരെ ടൈം എടുക്കും ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ. അപ്പോൾ ഓഫർ ലെറ്ററിൻ്റെ കൂടെ അത് വരത്തില്ല. അത് സെപ്പറേറ്റ് സെറ്റായിട്ടാണ് അക്കോമഡേഷൻ്റെയും ഈ ഫെഡറൽ എംപ്ലോയ്മെൻറ്റ് ഏജൻസിയുടെയും കൂടെ ഡോക്യുമെൻ്റ് ആയിട്ട് വരിക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട് വിസ ചെക്ക് ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്ത് 2 സെറ്റ് ഓഫ് പ്രിൻറ്റ്സ്, അതാണ് VFSൽ നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പോയി കഴിയുമ്പോൾ നമുക്ക് 2 സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. ഈ 2 സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ കളർ പ്രിൻ്റ് എടുത്ത് പ്രോപ്പറായിട്ട് അതൊരു 70 തൊട്ട് 100 പേജ് വരെ വരുന്ന 2 ബണ്ടിലായിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്ത് കുട്ടികളെ കൊണ്ട് ഓരോ പേജും വായിപ്പിച്ച് ഓരോ സൈനറിൻ്റെ അടുത്തും അവർ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള എഴുതി വൃത്തിയായിട്ട് 2 ഫയലിലാക്കി നമ്മൾ അവരെ വിസ ഇൻ്റർവ്യൂവിനായിട്ട് VFSലേക്ക് നമ്മൾ പറഞ്ഞു വിടും. അവർ എടുത്തിരിക്കുന്ന സ്ലോട്ടിൽ ആ ടൈമിൽ അവിടെ പോയി അവർ സബ്മിറ്റ് ചെയ്ത് പിന്നെ അവരുടെ ഫോട്ടോഗ്രാഫ്സ് ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കി അവരുടെ ബയോമെട്രിക്സ് ശരിയാക്കിയിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് വരും. അത് സബ്മിറ്റ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 12 to 25 ഡേയ്സിനുള്ളിൽ അവർക്ക് അവരുടെ വിസ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് വരും. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് നമ്മൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് 2 to 3 ലെവൽസ് ഓഫ് വെരിഫിക്കേഷന് ശേഷമായിരിക്കും. കാരണം ഇവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന കുട്ടികൾ വന്നപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4 hours എടുത്തത് പ്രിൻ്റ് എടുത്തതിന് ശേഷം ഓരോ പേജ് ഇവാലുവേറ്റ് ചെയ്ത് 2 ലെവൽസ് ഓഫ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫൈനൽ ലെവൽ ഓഫ് വെരിഫിക്കേഷൻ എടുത്ത് അവരെ വിസയ്ക്ക് വിടാനായിട്ട്. അപ്പോൾ പിന്നെ ഒരു 25 ഡേയ്സിനുള്ളിൽ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് വരും. അപ്പോൾ ഈ പറയുന്ന പ്രോസസ്സ് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ തവണ അതിന് മുമ്പിലത്തെ തവണയൊക്കെ 100% വിസ സക്സസ് കിട്ടിയത്. അതേ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ഈ തവണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പല കാര്യങ്ങളും മറ്റ് പല ഏജൻസിക്കാരും ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി പലരും കുറേ ഡോക്യുമെൻറ്റ്സ് എടുത്ത് പിള്ളേർക്ക് മെയിൽ അയച്ചു കൊടുത്തിട്ട് അവരോട് പ്രിൻ്റ് എടുത്ത് പോകാൻ പറയും. നമ്മൾ പകരം ഒരു കുഞ്ഞ് എക്സാമ്പിളാണത്. നമ്മളത് അവരിങ്ങോട്ട് വിളിച്ചു വരുത്തി പ്രിൻ്റ് എടുത്ത് കളർ പ്രിൻ്റ് എടുത്ത് വൃത്തിയായിട്ട് 2 സെറ്റ് പ്രിൻ്റ് എടുത്ത് അവരുടെ മുമ്പിലിരുത്തി അവരെ ഇരുത്തി വായിപ്പിച്ച് ഓരോ മിസ്റ്റേക്ക് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി അവരെ കൊണ്ട് നമ്മൾ തന്നെ മുമ്പിലിരുത്തി സൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ഡോക്യുമെൻ്റ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആയിരിക്കാം ഒരു പക്ഷേ നമ്മൾ അത്രയും കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അതെ 100% വിസ സക്സസ്, ഒരു വിസ പോലും റിജക്റ്റ് ആവാതെ നമുക്ക് എത്താനായിട്ട് സാധിച്ചത്. അതായത് ഒരു ലൂസൻസ് പോലും നമ്മൾ എവിടെയും കീപ്പ് ചെയ്യുന്നില്ല. ലൈക്ക് ഈച്ച് ആൻഡ് എവറി പഴുതുകൾ, അതായത് ഇത് ടെക്നിക്കൽ ഓപ്പറേഷണൽ കാര്യങ്ങളല്ലേ സാർ? ഈ ഇപ്പം ജെയിംസ് പറഞ്ഞ കാര്യങ്ങൾ സമ്മപ്പ് ചെയ്ത് സംസാരിച്ചാൽ ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് എഡ്യൂഫ്ലെയറിൽ 100% വിസ സക്സസ് റേറ്റ് ഉള്ള ഓർഗനൈസേഷനാണ്. അത് എഡ്യൂഫ്ലെയർ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂഫ്ലെയറിലുണ്ട്. അതിൻ്റെ ഹെഡാണ് മിസ്റ്റർ ജെയിംസ്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫയൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവരുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷനാണ് ഫസ്റ്റായിട്ട് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഇവരെ ലാംഗ്വേജ് അസസ്മെൻ്റാണ് ചെയ്യുന്നത്. ലാംഗ്വേജ് അസസ്മെൻറ്റിന് ശേഷം പ്രോസസ്സിങ്ങിനുള്ള വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ പലവട്ടം കൊടുക്കുന്നു. മോക്ക് ഇൻ്റർവ്യൂസ് നമ്മൾ കൊടുക്കുന്നു. എഡ്യൂഫ്ലെയർ തന്നെ പ്രിലിമിനറി ഇൻ്റർവ്യൂസ് ഇവരെ സംഘടിപ്പിക്കുന്നു, നടത്തുന്നു. അതിനുശേഷം അവർക്ക് എംപ്ലോയറുടെ ഇൻ്റർവ്യൂവിലേക്ക് അവരെ വിടുന്നു. ഏതെങ്കിലും എംപ്ലോയർ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ 2nd റൗണ്ട് 3rd റൗണ്ട് വിവിധ എംപ്ലോയറുടെ അടുത്തേക്ക് വിദ്യാർത്ഥികളെ വിടുന്നു. അവരെ സെലക്ട് ആയതിനു ശേഷം അവർക്ക് പിന്നീട് ജർമ്മനിയിൽ നിന്നുള്ള കോൺട്രാക്റ്റ് ലഭിക്കുന്നു. അവരുടെ ഷൂള ഏതാണെന്ന് അറിയുന്നു. അതിനുശേഷം അവർക്ക് വിസ ഡോക്യുമെൻറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അത് എഡ്യൂഫ്ലെയറിൽ നിന്നാണ് ചെയ്യുന്നത്. അത് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻ്റ് തയ്യാറാക്കൽ. അതിനുശേഷം അവർ VSFൽ വിസ ഇൻ്റർവ്യൂവിന് സ്ലോട്ട് എടുക്കുന്നു, വിസയ്ക്ക് വേണ്ടി പോകുന്നു, പിന്നീട് വിസ കിട്ടുന്നു, അവർ ജർമ്മനിയിലേക്ക് പോകുന്നു. ഇതെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് എഡ്യൂഫ്ലെയറിൻ്റെ പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് 100% ആയിട്ടുള്ള വിസ സക്സസ് റേറ്റ് ഉള്ളത്.
അപ്പം ജർമ്മനിയിൽ ഹൗസ് ബിൽഡിങ്ങിന് പോകാൻ ആഗ്രഹമുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും എഡ്യൂഫ്ലെയറിലേക്ക് വരാം. നിങ്ങൾക്ക് ധൈര്യമായി ഇവിടെ നിങ്ങളുടെ ഫയൽ ഏൽപ്പിക്കാം. നിങ്ങൾക്ക് 100% വിസ സക്സസ് റേറ്റുള്ള എഡ്യൂഫ്ലെയർ വഴി ജർമ്മനിയിലേക്ക് പോയി നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കാനുള്ള അവസരമുണ്ട്. EduFlair, education driven by passion.